ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഈദിൻ്റെ അവധിയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് ഇന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ കുളത്തിൻ്റെ വിശേഷങ്ങളും കുളത്തിലിട്ട മീനുകളെ പറ്റിയും മീൻ പിടിക്കുന്നതും ഒക്കെ തന്നെ ഞാൻ ഇടാറുണ്ടല്ലേ. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് ഇന്ന് നമുക്ക് മീൻ പിടിക്കാം. നമ്മുടെ കുളത്തിൽ കുറച്ചധികം നമ്മൾ കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ചെറിയ വല വീശി കഴിഞ്ഞാൽ അതിനെ കിട്ടാറില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ പ്ലാൻ നമ്മുടെ ഈ കരിമീനെ പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുളത്തിൽ ഇറങ്ങി പിടിക്കുകയാണ്. റെജി പാമനും ജോസ് അങ്കിളും കൂടിയാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. മെയിൻ ആൾക്കാർ അവരാണ് ഈ കംപ്ലീറ്റ് പിടുത്തവും കാര്യങ്ങളും എല്ലാം. അപ്പം എങ്ങനെയാണ് ഈ കുളത്തിൽ ഇറങ്ങുന്നത്, ബാക്കി പരിപാടികൾ എങ്ങനെയാണ് പിടിച്ചിട്ട് എന്തൊക്കെ മീൻ കിട്ടി, ആ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പം കുറച്ച് ആഴമൊക്കെ ഉണ്ട്. ഇപ്പം വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് കുളത്തിൽ. അതുകൊണ്ട് തന്നെ നല്ലോണം ഈ വല വെച്ചിട്ട് ഇറങ്ങി അങ്ങനെ വീശാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ബാക്കി വിശേഷങ്ങളെല്ലാം അതുപോലെ ലൈവായിട്ട് കണ്ടോളൂ. ഗൗരവ വിചാരിക്കുന്നുണ്ടാവും ആരാ ഇവിടെ ഒരു പുതിയ ആള്. അല്ല അതാ മൊത്തം വിടാൻ എന്തെങ്കിലും വിട്ടു കേട്ടാ. അറ്റത്ത് പിടിച്ചു ഇട്ടെന്റെ തൂങ്ങി വിടും. കയറിങ്ങി വിട്ടു മതിയോ? മതി. ആ കയറ എന്റേതാ. ഏത്? അത് ആ കോർത്തുന്നു അതിങ്ങി വിടും. അങ്ങനെ നിന്നോട്ടെ. വലിച്ചു കയറ്റിക്കും, സൈഡിലോട്ട് വലിച്ചു കയറ്റിക്കും, കരക്കോട്ട് കയറ്റിക്കും, സൈഡിലോട്ട് കയറ്റിക്കും. വീഡിയോ ഓണാണോ? നമുക്ക് കയറ്റിക്കും. ചെറിയ മീനുണ്ട്. ഇത് മറ്റേ ഇതിന്റെ കുഞ്ഞു ഡാഡി അവിടെ നിൽക്കാൻ മേലെ കേട്ടിട്ട് അടച്ച വല പൊട്ടല്ലേ. പൊക്കി വലിക്കും. ആ ഇത് ഗൗരാമി ഗൗരവോ അതിനെ കുറച്ച് നേരം ഇതിനകത്തിട്ടല്ലോ. വലിച്ചേരുമ്പോ അല്ലെ പിന്നെ വീണ്ടും കയറും. ഇടാങ്കിൽ നല്ലായിരുന്നു. അല്ല വീണ്ടും കയറും. അതിന് ഡാമേജ് ആകാതെ ഈ ടാങ്കിൽ കുളിപ്പിക്കുവാണല്ലോ. എടുക്കുന്നുണ്ട്. മീൻ എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ എടുക്കണം. എടുക്കാം. അതിനകത്ത് പോകത്തില്ല. നീ ആ ബാത്റൂമിന്റെ ഒരു ബക്കറ്റ് അല്ലല്ലേ ഈ ടാങ്കിനകത്ത് ഞാൻ എടുക്കില്ലേ. ബക്കറ്റിൽ കിടക്കുകയില്ല. അത് കിടക്കില്ല. അങ്ങനെ അങ്ങെടുത്തു കൊണ്ടുപോകും. ഈ ടാങ്ക് കിട്ടും. നമുക്ക് പിടിച്ചു വിടാം. ടാങ്ക് കിട്ടും. ഇവിടെ മീനുണ്ട്. ഇങ്ങോട്ടുണ്ട്. ഗൗരാമിയാണ്. അല്ല റെഡ് ബെല്ലി പോട്ടെ. ഈ റെഡ് ബെല്ലി ബാക്കി ഇത്ര വരാൻ ചാൻസ് ഇല്ലല്ലോ. റെഡ് ബെല്ലി തീർന്നോ ചോദിച്ചാലോ? കരിഞ്ഞോ കഴിഞ്ഞ സൈഡ് കൊടുത്തു. അതുകൊണ്ട് റെഡ് ബെല്ലി വിടണ്ടല്ലോ. റെഡ് ബെല്ലി വിടണ്ട. നടുക്ക് ചപ്പും കമ്പൂരിലുണ്ട്. അതുകൊണ്ട് ഇത് വിട്ട് ഓർമ്മ റെഡൊന്നും കയറിയില്ല. സെൻട്രൽ
കേട്ടോ സെൻറ്ററും കൊണ്ട് കുഴിയാ ഇത് നവളം കൊണ്ടായിരിക്കും ഇവന്മാര് അത് സൈഡിൽ നിന്ന് പോകുന്നു. ആദ്യത്തെ ട്രിപ്പില് നിങ്ങൾ കയറത്തില്ല. മീനെ കൂടെ അതിലേക്ക് പോകും അതിലേക്ക് പോകും അവിടെ നോക്കണടാ, സൂക്ഷിച്ചോണ. യുവരാമി ഒരെണ്ണേ കയറിയുള്ളൂ അല്ലേ? അത് ഇടുന്നായിരുന്നു. അത് ചുറ്റല. അതെ അത് ചുറ്റിയതോ വളർത്താൻ നല്ല റെഡ് ബല്ലിയാ കുടത്ത് വളർത്താൻ. പെട്ടെന്ന് വളരെ കരിമീൻ. തിരാന വർഗത്തിൽപ്പെട്ടതാണ്. കരിമീനെ മാറ്റിയിടും ഇട്ടോട്ട് ചതക്കുണ്ട്. ഇതുങ്ങൾക്ക് വെയിറ്റ് ആയതുകൊണ്ട് ചിലപ്പം പിന്നെയും പഴയ സ്ഥാനത്ത് എന്നല്ലേ വായിക്കാത്തോടെ ഒക്കെയാ. വാളയുള്ള ദിവസം 15 കിലോ. അയ്യോ, കുളത്തില്ലോ അത് നിങ്ങളെ അതെല്ലാം എടുത്തിട്ടൊന്ന് അത് ചായട്ടോ അല്ലെ കൈ നിൽക്കത്തില്ല. വെള്ളം വേണ്ട. അത് അതിനകത്തൂടെ പോവടാ ഞാൻ ഈ പരിപാടി. മറ്റേ കാണാനേ ഇല്ലല്ലേ അതിലിട്ട് യുവരാമിയെ. 2 ഒന്നിനെ പിടിക്കും. കുളത്തിലെ വെള്ളത്തില ചൂടാ. അവനോടില്ലേ? അതെ. ഫിഷിനെ കണ്ടോ ചക്കര? ഫിഷെന്ന് കേട്ടതും ഇതിന്റെയാണോ? കണ്ടോ പോലെ. അത് 2 എന്റെ ഭാഗത്ത് അത് 2 അല്ലടാ അന്ന് ഇങ്ങനെ വിടും ഇതല്ലേ ഇങ്ങനെ മറ്റേ ബക്കറ്റ് അവിടെ കൊണ്ട് ചരിച്ച് വെച്ചിട്ടുണ്ട്. താഴോട്ടങ്ങ് പോകരുത്. Look, yummy fish. കഞ്ച് കൈമോ ഫിഷിനെ കാണുവാണോ? യമ്മി ഫിഷ് കൈ. അപ്പുറത്തിനും പോയോ? ഏത് വില ആൾ കൊടുത്തിട്ട് 2 കൊടുത്തു. അവൻ 2 Putting the net to catch fish. Can you see Apucha? Where's Apucha? Yeah. What color is Apucha wearing? ബല്ലി. എന്റെ ഒരു അച്ഛൻ കാൽനടികളുണ്ട്. ഓക്കെ ഞാൻ എടുക്കട്ടെ. അതും കൊണ്ടുപോ. എന്താ പറ്റി? ഇതെല്ലാം കണ്ട
അത് മുഴുവൻ തീർത്തു. ഞാനിവിടെ കൊള്ളിച്ച് വെച്ചേക്ക് കേട്ടോ, ഒരു രീതിയിൽ പോവാത്ത രീതിയിൽ. കാലേ ചവിട്ടി പിടിച്ചോണ്ട് വെല്ല വലിക്കാം നമുക്ക്. കാര്യം അവിടെ പൊക്കുമ്പോ അവിടെ നീ പക്ഷെ ചവിട്ടി പിടിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞോ പിടിക്കണോ? എന്നാ അറിയോ ജോസേ, ചവിട്ടി പിടിച്ച് പെല്ല കൊടുക്കും, അല്ല അവിടെ പൊങ്ങി പോവും. നോക്കി ആരായിക്കോട്ടെ, എനിക്ക് വല്ല അടുത്ത കയർ കൊടുക്കാൻ തിരക്കൂട്ടുണ്ടേ. ഞാൻ വലിക്കുന്നില്ല, തിരക്കൂട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാലേ വലിക്കുള്ളൂ. എന്റെ ഇവിടെ ക്ലിയർ. ഞാൻ താഴെ മാത്രം കാലം കൊണ്ട് ചവിട്ടി ചെറിയ 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 അയച്ചു കൊടുക്കും. വലിച്ചു വലിച്ചു രണ്ടും വലിച്ചു. നീ എടുത്തില്ല, പിടിച്ചില്ല. വലിച്ചു. കുഞ്ഞിന് കൈ കൊടുത്താൽ മതിയോ? കൈ കൊടുത്തിട്ടില്ലടാ ജോസേ. കാലയിൽ ഉടക്കും. കാലം കൊടുക്കും, അതാ വേറെ പ്രശ്നം. വലിക്കാമല്ലോ അല്ലേ? ഇവിടെ പൊങ്ങിയ പോകുന്നു. ആണോ? ഞാൻ കാര്യം ചെയ്തിട്ട് നമുക്ക് ഇവിടെ ചുറ്റിയിട്ട് പിന്നെ കുറച്ച് പറ്റത്തില്ല. കുരുങ്ങി വലിച്ചാ പോന്നു. പോകുന്ന പോകണ്ടത് പല വലിച്ചാൽ മതി. ഒന്നുമില്ല അല്ലേ? വലിയ നിലം കയറി ഇന്നുണ്ട് രാവിലെ ഒന്നും. ഉടക്കൊന്നും വരുന്നില്ല. മറ്റേ മീൻ ചാടി പോകും. അതിന്റെ ഇടയ്ക്കൂടെ അത് പോകും. വലിയ സിലോപ്പിയ കയറത്തില്ലല്ലോ ഇതിനകത്ത്. ഒരുപാടൊന്ന് കുരുങ്ങിപ്പോയെങ്കിലേ അത് കയറത്തുള്ളൂ. നമുക്ക് തിരിച്ചൊന്നിട്ടാലും അപ്പൊ എവിടെ വലിച്ചു കയറ്റും? വലിച്ച് നമ്മൾ കയറ്റണ്ടേ? കൊല്ല എനിക്ക് കാല് കുരുങ്ങി രണ്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? സൗകര്യമാണ്. വേല ഇട്ട് കൊടുക്കുന്നതിന്റെ തടിയല്ല അതിനകത്ത്. ഒന്നുമില്ല, നല്ല ഒഴിവായിപ്പോയി. തീരെയില്ല. ഇതിനെ എടുക്കട്ടെ. അല്ല അത് ആണോ? തിലോപ്പിയ അയ്യോ ഒന്നും ഇല്ല ഇതിനകത്തൊന്നും. ഉറക്കത്തിന് വന്നോ? അല്ല, എല്ലാവരുടെയും കൂടെ ഇടാൻ പോ. ഇത് കേട്ടാലോ? ഒരു വീഡിയോ അല്ലേ ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ലതാ. അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. എല്ലാരും ജൂഫിക്കൂട്ടാ മഴ വെച്ചിട്ട് കുറച്ചതാ. വെള്ളം കുറഞ്ഞുകൊണ്ടാടാ മോനെ. വെള്ളോട്ട് വെള്ളം ഉണ്ടെങ്കിൽ കഴിച്ചായിരുന്നോ? കല്യാണം കഴിച്ചോടാ നീ? ഇല്ല. ഇവിടെ പാറയോ വല ഇട്ടു ഇങ്ങോട്ടേക്ക്. ഏതില്? ഇങ്ങോട്ടെറിഞ്ഞു മുറ്റത്തോട്ട്. അയ്യോ അതുകൂടെ അഴിക്കുന്നു. അനക്കിച്ചാ മീനുണ്ട്. അത് ഈ പോത്തില്ല, അത് പോത്തില്ല. ഈ കിടക്കുന്ന മീനൊന്നും കരിമീൻ ഞാൻ കിടക്കുന്നു. ഇല്ല, ഇപ്പോഴാണ്
അത് ഇങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് എടുത്ത് പോകത്തില്ല, മീനൊന്നും പോകത്തില്ല. ചാടി ചാടി പോകുന്നുണ്ട് ഇതൊക്കെ. അതോടെ കേട്ടോ, നീ ഇപ്പുറത്ത് ചാട്. അതിലോട്ട് അങ്ങോട്ട് കയറണം. മുകളിലോട്ട് ഇടണം. റെഡൊക്കെ ഇപ്പോഴാണ് കയറാൻ തുടങ്ങിയല്ലേ? റജിയുടെ ഈ സൈഡ് വലിക്കണോ? വലിച്ചു. പമ്മി കിടന്നു. ഇനി അത് 10 വാറജി പാപ്പ. ഇവിടുന്ന് വന്നേ, ഇത് നിങ്ങളെ അത് എനിക്കും ഇപ്പൊ സംശയം. നടക്കണം. റെഡ് ബെല്ലി റെഡ് ബെല്ലിക്ക് ഇവിടെ അന്ത്യം കാണുന്നില്ലല്ലോ. അവന്മാരെ അധികം തന്നു. ഇനി റജിബമ്മ കാലിന്റെ അടിയിൽ എന്തോ ഉണ്ടായിരുന്നു മാതിരി എനിക്ക് തോന്നി. ഇല്ല ഗൗരവില്ല. ഗൗരാമിനിയെ തന്നെ ഉണ്ട്. ഒരെണ്ണം ആ വലിപ്പമുള്ള മുമ്പ് എടുത്തത്. നോക്കാം. ഇങ്ങനെ എടുത്താലേ ഒന്നുകൂടെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ജോസഫ് നീ നോക്കണം. ഇത് മസിൽ കയറുന്നൊക്കെ പറഞ്ഞു. തണുപ്പുണ്ട്. ആ വിളി വന്നടാ. ഇതിന് മറ്റേ അത്ര വലിപ്പമില്ല അല്ലേ? ഇതിനാ മുമ്പ് എടുത്തതിന്റെ അത്ര വലിപ്പമില്ലല്ലോ ഈ റെഡ് ബെല്ലിക്ക്. കൂടെ കിട്ടി. വായിക്കൊണ്ട് കൈ വെക്കരുത്. എവിടെ തൊട്ടു? ഒരു